ഹൈന്ദവർക്ക് വളരെ പ്രധാനപ്പെട്ട കർക്കിടകത്തിലെ ഒരു ദിവസമാണ് കർക്കിടക വാവ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കർക്കിടക വാവ് അടുത്ത ആഴ്ചയാണ്. കർക്കിടക വാവിന് ബലിയർപ്പിച്ചാൽ ഒരു വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിൻ്റെ പുണ്യം ഉണ്ട് എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം. നമുക്കെല്ലാവർക്കും അറിയാം, പരശുരാമന്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം തിരുവനന്തപുരത്തെ തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ് എന്നാണ് ഐതിഹ്യം. ഹിന്ദുപുരാണം പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ എന്നാണ്. കേരളത്തിൽ 100 കണക്കിന് ക്ഷേത്രങ്ങൾ പരശുരാമൻ സ്ഥാപിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണത്തിന് സൗകര്യമുള്ള ക്ഷേത്രമാണ് തിരുവല്ലമെങ്കിലും അമാവാസി നാളിലാണ് ബലിതർപ്പണത്തിനും കൂടുതൽ പേരും എത്തുന്നത്. ക്ഷേത്രം മുറ്റത്തിനുള്ളിലെ ബലിമണ്ഡപങ്ങളിലാണ് ബലിതർപ്പണം നടത്തേണ്ടത് എന്നും വിശ്വാസമുണ്ട്. ശങ്കരാചാര്യരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം. എന്നാൽ പിതാവിന്റെ വാക്ക് കേട്ട് മാതാവിനെ വധിച്ചതിന്റെ പാപം തീർക്കാനായി പരശുരാമൻ തന്നെയാണ് തിരുവല്ലത്ത് ക്ഷേത്രം സ്ഥാപിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. പാപമോചനത്തിനായി പരശുരാമൻ പരമശിവനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ നിർദ്ദേശമനുസരിച്ചാണ് ത്രിവേണി സംഗമസ്ഥലമായ തിരുവല്ലത്ത് എത്തിയത് എന്നും അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേടിക്കൊടുക്കാനായി അവിടെ ബലിതർപ്പണം നടത്തിയെന്നും പറയപ്പെടുന്നു. കരമനയാറും പാർവതീപുത്തനാറും കിള്ളിയാറും ഈ 3 ആറുകൾ സംഗമിക്കുന്നിടത്താണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. വർഷം തോറും ഒരുപാട് പേരാണ് ബലിതർപ്പണത്തിനായി ഇവിടെ എത്താറുള്ളത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം ആ ഒരു ഭംഗി. പരശുരാമനെ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ വിഷ്ണുവിന്റെ കയ്യിലെ താമരയ്ക്ക് പകരം പരശുരാമന്റെ ആയുധമായ മഴുവാണ് കാണാൻ സാധിക്കുക. പരശുരാമ പ്രതിഷ്ഠ കൂടാതെ ശിവനും തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. ശിവപ്രതിഷ്ഠയ്ക്ക് കിഴക്കോട്ടും പരശുരാമന് വടക്കോട്ടുമാണ് ദർശനം. 2 കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയ്ക്ക് സമീപം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഈ ത്രിമൂർത്തികൾക്ക് പ്രത്യേകം ശ്രീകോവിലുകളുണ്ട്. കൂടാതെ ഗണപതി, ശ്രീമുരുകൻ, മഹിഷാസുരമർദിനി, ശ്രീകൃഷ്ണൻ, വേദവ്യാസൻ, മത്സ്യമൂർത്തി തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാറി കഴക്കൂട്ടം കോവളം ബൈപ്പാസിലാണ് ക്ഷേത്രം ഉള്ളത്. കരമനയാറും പാർവതീപുത്തനാറും കിള്ളിയാറും സംഗമിക്കുന്ന തീരത്തിലാണ് ക്ഷേത്രം എന്ന പ്രത്യേകതയുണ്ട്. 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രം വില്ലുമംഗലം സ്വാമിയാണ് സ്ഥാപിച്ചത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. തീർത്ഥയാത്രയുടെ ഭാഗമായി സ്വാമികൾ ഇവിടം സന്ദർശിക്കുകയും പരശുരാമന്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും തുടർന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അത്രേ. എന്തായാലും ശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തിയെന്ന വിശ്വാസമുണ്ട്. ഇനി അതല്ല, പരശുരാമൻ തന്നെയാണ് തിരുവല്ലത്തെ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും വളരെയധികം ഐശ്വര്യം നിറഞ്ഞ, നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ വളരെയധികം പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പരശുരാമ ക്ഷേത്രം. വിവിധ കാരണങ്ങളാൽ ക്ഷേത്രം ഈ സ്ഥലത്തെ ആകർഷിക്കുന്നു. അതിലൊന്നാണ് അതിൻ്റെ ഭംഗി. അക്കാലത്തെ ഏറ്റവും മികച്ച വാസ്തുവിദ്യയാണ്. അതിൻ്റെ ചുവരുകളുടെ ചിത്രങ്ങൾ സൂക്ഷ്മവും അതുല്യവുമാണ്. കണ്ണുകൾക്ക് ഒരു വിരുന്ന് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ എന്ന് പറയുന്നത്. മറ്റ് എല്ലാ മതസ്ഥലങ്ങളെയും പോലെ ഈ സ്ഥലവും വളരെ ശാന്തമാണ്. നമ്മുടെ മനസ്സിന് സമാധാനം നൽകുകയും എല്ലാ നെഗറ്റീവ് വികാരങ്ങളെ ഇല്ലാതാക്കുകയും നമ്മുടെ മനസ്സിന് ഒരു ശാന്തത നൽകുകയും ചെയ്യും. ഇവിടെ ഒരു തികഞ്ഞ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ആ ഒരു ഫീല് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ക്ഷേത്രത്തിൻ്റെ ചരിത്രം വളരെ വ്യത്യസ്തമായ ഐതിഹ്യങ്ങളിലൂടെയാണ് കേൾക്കുന്നത്. അവിടെ ചെന്നാൽ നമുക്ക് ആ ചരിത്രം അനുഭവിക്കാൻ സാധിക്കും. പല അവസരങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ദൈവാനുഗ്രഹം തേടാനും ഇവിടെ എത്താറുണ്ട്. ക്ഷേത്രം മനോഹരമായി പാലിക്കുന്നത് നാട്ടുകാരാണ്. ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരും മറ്റ് അംഗങ്ങളും വളരെ സൗഹൃദപരവും സഹായകരവുമായിട്ടാണ് പ്രവർത്തിക്കുക. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ വളരെ ദിവ്യവും ശാന്തവും തന്നെയാണ് എന്ന വസ്തുത ഒരിക്കലും നമുക്ക് നിരസിക്കാൻ സാധിക്കുകയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.